കെ.പി പറഞ്ഞതിൽ വളരെ വലിയ കാര്യമുണ്ട്. അത് എനിക്ക് 2, 3 അനുഭവമുണ്ട് ഇതുപോലെ. ഈ ഐസിയുവിൻ്റെ മുമ്പിലിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അകത്തല്ല ട്ടോ, പുറത്ത് നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും ഇങ്ങനെ ഈ ചഞ്ചല ചിത്രം എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കണത്. ആ സമയത്ത് നമ്മളോട് പറയണ എന്തും നമ്മൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെ പണ്ട്, അതായത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അമ്മ 2 സ്ട്രോക്ക് കഴിഞ്ഞ് പാരലൈസ്ഡ് ആയിട്ടിരുന്ന് അങ്ങനെ കുറേ സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോയ ഒരാൾ ഇപ്പോൾ എറണാകുളത്ത് ഒരു നല്ല എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആശുപത്രിയിൽ, അതും ക്രിസ്ത്യൻ ഹോസ്പിറ്റലാട്ടോ, അവിടെ കിടക്കുകയാണ്, ICUവിലാണ് കിടക്കണേ. അപ്പോൾ പെട്ടെന്ന് ഡോക്ടേഴ്സ് പറയാണ് ബ്ലോക്ക് ഉണ്ട്, ഉടനടി അത് സർജറി ചെയ്യണം. അപ്പോൾ ഈ എന്താ പറയുക, പകുതി മരിച്ച പോലെയുള്ള ഒരു ശരീരത്തിൽ ഇനിയൊരു സർജറി ഞങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റില്ല. കാശിനെക്കാട്ടിലുപരി അതുകൊണ്ട് എന്താ ഈ സ്ട്രോക്കുകൾ, ഒരു സ്ട്രോക്കിൽ നിന്ന് അടുത്ത സ്ട്രോക്കിൽ ഉടനടി ഉണ്ടാവും, ഉടനടി മരണം നടത്തുക എന്നുള്ളതാണ് ആ ഹാർട്ട് സർജറിയുടെ അർത്ഥമായിരുന്നത്. ഞങ്ങൾ മമ്മിക്ക് നന്നായി എല്ലാ കാര്യങ്ങളും വളരെ ശുശ്രൂഷിച്ച് എല്ലാം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിട്ട് പോലും ആ സമയം എൻ്റെ ചേട്ടന് കുറച്ച് പഠിപ്പുള്ളത് ഈ കാര്യങ്ങളിൽ അറിയുള്ള ആളാണ്. ആൾ പറഞ്ഞു അത് പെട്ടെന്ന് മമ്മ മരിക്കും, മമ്മീന് നാച്ചുറലായിട്ടുള്ളൊരു കാര്യങ്ങൾ അല്ലാതെ നമുക്ക് സർജറി താല്പര്യമില്ല. പക്ഷേ ആ മമ്മി പിന്നെയും പുറത്ത് വന്ന് കുറച്ച് നാളും കൂടെ ജീവിച്ചു. എൻ്റെ നാച്ചുറലായിട്ട് തന്നെ പിന്നീട് ഒരു സ്ട്രോക്കും കൂടെ വന്നിട്ടാണ് ആൾ മരിച്ചത്. ഇതേപോലെ എൻ്റെ ഭർത്താവ് മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സർജറി ഇങ്ങനെ തന്നെ, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്, 2-3 ബ്ലോക്ക് ഉണ്ട്, ഓൾറെഡി സർജറി ചെയ്യണം. സർജറിക്ക് ഞങ്ങൾ വില്ലിങ്ങാണ്, കാരണം മമ്മിയുടെ ഒന്നും അവസ്ഥയല്ലല്ലോ പുള്ളിക്ക്. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റെൻറ്റ് വേണോ ഇന്ത്യൻ സ്റ്റെൻറ്റ് വേണോ എന്നൊരു ചോദ്യം. അപ്പോൾ ഞാൻ മാത്രമാണ് ICUയുടെ പുറത്തിരിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇന്ത്യൻ സ്റ്റെൻറ്റ് ഇടാറുള്ളതല്ലേ? അതെ. അപ്പോൾ എൻ്റെ ദേശബോധം ഉണർന്നു. ഞാൻ പറഞ്ഞു ഇന്ത്യൻ സ്റ്റെൻറ്റ് മതി, ഇൻ്റർനാഷണലിൽ എന്തെങ്കിലും വ്യത്യാസം കൂടുതലായിട്ട് കാണിക്കണം. അല്ല കുഴപ്പം, എന്നാൽ ശരി, ഡോക്ടറൊരു ഇഷ്ടക്കേടോടെ ഇന്ത്യൻ സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് മേടിച്ചു പോയി. പക്ഷേ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ത്യൻ ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനാഷണൽ സ്റ്റെൻറ്റ് ശരിയാവുള്ളൂ, കാരണം നീളം കൂടുതൽ അതിനാണ്, അതിൻ്റെ പൊസിഷൻസ് ബ്ലോക്കിൻ്റെ അനുസരിച്ചാണ്. എന്തായാലും റേറ്റിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ത്യൻ എന്ന് നമ്മൾ പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത സാധനമല്ല, ഇൻ്റർനാഷണൽ സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബില്ല് വരുന്നത്. ഒരു പ്രശ്നമില്ല, അടച്ചു, ഒരു പ്രശ്നമില്ലാണ്ട് അടച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ അവർ അപ്പം ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കാത്ത ഒരു കൺഫ്യൂഷൻ? ഇത് വലിയ ബിസിനസ്സാണ്. കാരണം എപ്പോൾ എന്ത് ചെയ്യണം എന്നല്ല, അവർക്കൊരു എന്താ പറയുക, ഇത്ര എണ്ണം എത്തിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിലേക്ക് നമ്മളെല്ലാവരെയും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര വിചാരിച്ചാൽ മതി. ഇത്രയും പ്രായ അമ്മയ്ക്ക് ഒരിക്കലും സർജറി ചെയ്യാൻ ബുദ്ധിയുള്ള ഡോക്ടർമാരൊന്നും സമ്മതിക്കില്ല. പക്ഷേ ടാർഗറ്റ് എത്തിക്കാനുള്ള ഡോക്ടർ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. മക്കൾക്കാണ് ഡിസിഷൻ ചെയ്യാൻ പറ്റുന്നത്, എന്താ വേണ്ടേ എന്താ വേണ്ടാത്തതെന്ന്. ഈ ICUവിൻ്റെ മുമ്പിൽ നിന്ന് കൺഫ്യൂസ്ഡ് ആവുക എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, അത് KPക്ക് എഴുതാൻ പറ്റുന്നൊരു ഏതൊരു ആളെ നോക്കിയോ, ICUയുടെ മുമ്പിലാണ് അവർ ജീവിതത്തിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. അവിടെയാണ് ഇമോഷൻ മാറ്റി വെച്ചിട്ട് ബുദ്ധി പ്രയോഗിക്കേണ്ടത്. അതുപോലെ വേറൊരു കാര്യം കേട്ടിട്ടുണ്ടാ, ബെഡ് സോർ വന്ന ആൾക്ക് സർജറി ചെയ്യണത് കേട്ടിട്ടുണ്ടാ? അവസാനത്തെ എൻ്റെ അമ്മയുടെ പോക്ക് അങ്ങനെയായിരുന്നു. അതായത് ICUവിൻ്റെ ഉള്ളിൽ വീട്ടിൽ എത്ര നാൾ കിടന്നാലും ബെഡ് സോറ് വരില്ല, നമ്മൾ നന്നായി നോക്കും. പക്ഷേ ICUവിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, കിടന്ന് ബെഡ് സോറായി. എന്നിട്ട് ആളെടുത്ത് പറഞ്ഞു നാളെ ഡിസ്ചാർജാണ്, റൂമിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഓക്കെ, ഞാൻ പെട്ടെന്ന് വിട്ടൊരാവശ്യമുള്ളൂ, ഞാൻ തൃശ്ശൂർക്ക് വന്നു. അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ ബെഡ് സോറിന് സർജറി എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആളെ സർജറി ചെയ്യിച്ചു. വയസ്സായ അപ്പനാണ്, ആളാകെ പേടിച്ചു. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് രാത്രി തന്നെ സർജറി കഴിഞ്ഞു, തിരിച്ച് ബെഡിൽ കൊണ്ടുവന്നിട്ടു. രാവിലെ തിരിച്ച് കിടത്തുമ്പം നടുവിൻ്റെ ബാക്കിൽ നിന്ന്, ലോ ബാക്കിൽ നിന്ന് കുടുകുടാ ബ്ലഡ് പോരും, പഞ്ഞിക്കെട്ട് അതിൻ്റെ ഉള്ളിൽ തള്ളി വെച്ചിരിക്കുക, പുറത്ത് വലിയൊരു ഹോളും, അത് ഡ്രസ്സും കൂടി മര്യാദയ്ക്ക് ചെയ്യാതെ. അപ്പം അത് ഇന്നും അവസാനം വരെ എൻ്റെ അപ്പം മരിക്കണ വരെയും, പിന്നീടൊരു 10-12 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ അപ്പം മരിക്കണേ. പക്ഷെ അതുവരെയും അപ്പം പറഞ്ഞുകൊണ്ടിരുന്നു അവർ നമ്മുടെ അമ്മയുടെ കിഡ്നി കൊണ്ടുപോയിട്ടുണ്ടെന്ന്. പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾ എതിർത്തതെങ്കിലും അതിൽ വലിയ സത്യം ഉണ്ടായിരുന്നു എന്നുള്ള സംശയം സ്റ്റിൽ ഞങ്ങൾക്ക് ആ സംശയമുണ്ട്. എന്താണ് ഈ ബെഡ് സോറിൻ്റെ സർജറി? പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു. പക്ഷേ ബെഡ് സോറ് വന്നൊരു രോഗിക്ക് അധികം ആയുസ് ഉണ്ടാവില്ല. ഒരു ബാക്ടീരിയ അവരുടെ നടുവിൽ കൂടെ കയറും, ഒരു മരുന്നും അവരുടെ ശരീരത്തിൽ ഏൽക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്, വലിയ തട്ടിപ്പുകളൊക്കെ ഉണ്ട് ഇതിൽ.